Today's topic is internal RAM in 8051 microcontroller. In 8051 microcontroller, we have 128 bytes of RAM, means 128 location, each having 8 bits. ഇപ്പോൾ ഡേറ്റ എന്ന് പറയുന്നത് എത്രയാണ് ഒരു ലൊക്കേഷനിൽ 8 ബിറ്റ് ആണ്, മീൻസ് എ ബൈറ്റ് ഓഫ് ഡേറ്റ. അപ്പോൾ ഒരു ബൈറ്റ് ഓഫ് ഡേറ്റ ഇൻ വൺ ലൊക്കേഷൻ. അപ്പോൾ ഒരു ലൊക്കേഷൻ എന്ന് പറയാം, ഇറ്റ് ഈസ് ബൈറ്റ് അഡ്രസ് എന്ന് പറയാം. 128 എന്ന് പറയുന്നത് 2⁷ ആണ്. പവർ ആണ് അഡ്രസ് ലൈൻസ്. സോ 7 അഡ്രസ് ലൈൻസ് ആർ നീഡഡ്, ബട്ട് ദ നമ്പർ ഓഫ് അഡ്രസ് ലൈൻസ് ഷുഡ് ബി ദ പവർ ഓഫ് 2. സോ അതെന്തെടുക്കണം, 8 എടുക്കും. 2⁵ 8. സോ 8 അഡ്രസ് ലൈൻ ഷുഡ് ബി ദർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, ഐ നീഡ് ടു റെപ്രസെൻറ്റ് 128 ലൊക്കേഷൻസ് ഇൻ 8 ബിറ്റ്. ദാറ്റ് ഈസ് 0 to 127 വരെ 8 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. വൺസ് ഐ റെപ്രസെൻറ്റ് ഇറ്റ്, I have to convert that into hexadecimal. So 00H to 7FH. This RAM is again subdivided into 3 sections. Register banks varying from 00 to 1F. Bit addressable area varying from 20 to 2F. Now general purpose memory area from 30H to 7FH. ഇപ്പോൾ 00 to 1F എന്ന് പറയുമ്പോൾ 32 രജിസ്റ്റേഴ്സ് വരും. അഗെയിൻ 0 to 2F എന്ന് പറയുന്ന 16 രജിസ്റ്റേഴ്സ് വരും. 30 to 7F എന്ന് പറയുന്നത് 80 രജിസ്റ്റേഴ്സ് വരും. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. രജിസ്റ്റർ ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്ക്സ്, അപ്പോൾ ദർ ആർ മൾട്ടിപ്പിൾ ബാങ്ക്സ്. രജിസ്റ്റർ ബാങ്ക് 0, രജിസ്റ്റർ ബാങ്ക് 1, രജിസ്റ്റർ ബാങ്ക് 2, രജിസ്റ്റർ ബാങ്ക് 3. Each register bank has 8 locations. 8 location ഓരോ നെയിം ഉണ്ട്. R0 to R7 എല്ലാത്തിലും സെയിം നെയിമിംഗ് ആണ്. ഇപ്പോൾ ഒരെണ്ണത്തിൽ 8 രജിസ്റ്റേഴ്സ്. ഇപ്പോൾ മൊത്തം എത്രയായി, 32 രജിസ്റ്റേഴ്സ്. ഇനി 32 രജിസ്റ്റേഴ്സിൽ 8 എണ്ണം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 4 ബാങ്ക് ഉണ്ട്. ഇതിലേത് ബാങ്കാണ് ആക്റ്റീവായിട്ടിരിക്കുന്നത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയുന്ന രജിസ്റ്റർ ഉണ്ട്. അതിനകത്ത് 2 ബിറ്റ് ഉണ്ട്, RS0 RS1 ബിറ്റ്. ഈ 2 ബിറ്റിന്റെ വാല്യൂ അനുസരിച്ചായിരിക്കും ഇറ്റ് വിൽ സെലക്ട് വൺ ഓഫ് ദ രജിസ്റ്റർ ബാങ്ക്സ്. അപ്പോൾ 00 ആണെങ്കിൽ രജിസ്റ്റർ ബാങ്ക് 0 വിൽ ബി സെലക്റ്റഡ്. 01 ആണെങ്കിൽ രജിസ്റ്റർ ബാങ്ക് 1 വിൽ ബി സെലക്റ്റഡ്. 10 ആണെങ്കിൽ രജിസ്റ്റർ ബാങ്ക് 2 വിൽ ബി സെലക്റ്റഡ്. സിമിലർലി 11 ആണെങ്കിൽ രജിസ്റ്റർ ബാങ്ക് 3 വിൽ ബി സെലക്റ്റഡ്. ഇനി പവർ ഓൺ ആക്കുമ്പോഴോ റീസെറ്റ് ചെയ്യുമ്പോഴോ ബൈ ഡീഫോൾട്ട് ആയിട്ട് ഇതിൻ്റെ അകത്തുള്ള വാല്യൂ, ഈ രജിസ്റ്റർ RS0യിലും RS1 രജിസ്റ്റർ സെലക്ട് 0യും രജിസ്റ്റർ സെലക്ട് 1 അതിൻ്റെ അകത്തുള്ള ബിറ്റിൻ്റെ വാല്യൂ 00 ആണ്. ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, രജിസ്റ്റർ ബാങ്ക് 0 വിൽ ബി സെലക്റ്റഡ് ആസ് ഡീഫോൾട്ട്. ഇനി എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ഐ ഹാവ് ഡൂയിങ് സം വർക്ക്. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻ രജിസ്റ്റർ ബാങ്ക് 0. ഓക്കെ, പെട്ടെന്നൊരു ഇൻട്രപ്റ്റ് വന്നു വിചാരിച്ചു. പെട്ടെന്നൊരു ഇൻട്രപ്റ്റ് ഓട്ടോമാറ്റിക്കലി വേറൊരു സെറ്റ് ഓഫ് പ്രോഗ്രാം റൺ ചെയ്യേണ്ടി വരും. അപ്പോൾ വേറൊരു സെറ്റപ്പ് പ്രോഗ്രാം സെയിം രജിസ്റ്റർ ബാങ്കിൽ റൺ ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ഡേറ്റാസ് എല്ലാം സംടൈംസ് ഇറൈസ് ആയി പോകും. പ്രീവിയസ് ഡേറ്റ സംടൈംസ് ഇറൈസ് ചെയ്തു പോകും. അപ്പോൾ അതങ്ങനെ സംഭവം നടക്കാതിരിക്കാൻ വേണ്ടി, ടു അവോയ്ഡ് ഡേറ്റ ലോസ്, ഞാൻ എന്ത് ചെയ്യും, രജിസ്റ്റർ ബാങ്ക് ഒന്ന് മാറ്റി കൊടുക്കും. ദാറ്റ് ഈസ് RSB2 കൺവേർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ സെയിം ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്താലും വാട്ട് ഹാപ്പൻസ്, പഴയ ഡേറ്റ വിൽ ബി പ്രിസർവ്ഡ് ഇൻ രജിസ്റ്റർ ബാങ്ക് 0, ദ ന്യൂ ഡേറ്റ വിൽ ഫോംഡ് ഇൻ ദ രജിസ്റ്റർ ബാങ്ക് 2. ഇനി ആ പണി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് വി ക്യാൻ വർക്ക് ബാക്ക് ഓൺ ടു ദ രജിസ്റ്റർ ബാങ്ക് 0 ആൻഡ് കണ്ടിന്യൂ ദ വർക്ക്. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ ഇത് രജിസ്റ്റർ ബാങ്ക് സെലക്ട് ചെയ്യുന്നത്. ഓ ഇറ്റ് പെർമിറ്റ്സ് ഫാസ്റ്റ് കണ്ടന്റ് സ്വിച്ചിങ് ഇൻ ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ. ദ അഡ്രസ് ഓഫ് രജിസ്റ്റർ ബാങ്ക് ഏരിയ എന്ന് പറയുന്നത് 00H മുതൽ 1FH ആണ്. അതുമാത്രമല്ല ഇതെല്ലാം ബൈറ്റ് അഡ്രസ്സബിൾ ആണ്. അതായത് ഒരു ബൈറ്റ് ഓപ്പറേഷന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ബൈറ്റ് ഓപ്പറേഷൻ്റെ കൂടെ ബൈറ്റ് അഡ്രസ്സേ കൊടുക്കുള്ളൂ. പിന്നെ ഇതെല്ലാം വർക്കിംഗ് രജിസ്റ്റർ ബാങ്ക് എന്നും പറയും, ബിക്കോസ് ദീസ് രജിസ്റ്റേഴ്സ് വർക്ക് അലോങ് വിത്ത് ദ CPU. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ ആണ്. ഈ ലൊക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ബൈറ്റ് ഓപ്പറേഷൻ ചെയ്യാം, ബിറ്റ് ഓപ്പറേഷൻ ചെയ്യാം. ഒരു ബൈറ്റ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 8 ബിറ്റാണ് എഫക്റ്റ് ആവുന്നത്. ബിറ്റ് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ 1 ബിറ്റാണ് എഫക്റ്റ് ആവുന്നത്. അപ്പോൾ അതിന് അഡ്രസ്സ് വേണം. അപ്പോൾ അഡ്രസ്സ് എങ്ങനെ കൊടുക്കും?
അത് 000102 എന്ന് നോർമലി കൊടുത്തു. ഓരോ ബിറ്റിനും സാധാരണ നമ്പറിംഗ് പോലെ കൊടുത്തു. അങ്ങനെ മാക്സിമം 7F വരെ ബിറ്റ് അഡ്രസ്സ് പോകും. അതേ സമയത്ത് ഒരു ബൈറ്റ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ബൈറ്റ് ഓപ്പറേഷൻ്റെ കൂടെ വരുന്നത് ഒരു അഡ്രസ്സ് ആണെങ്കിൽ ആ അഡ്രസ് വിൽ ബി കൺസിഡേർഡ് ആസ് ബൈറ്റ് ലൊക്കേഷൻ. അപ്പോൾ ബൈറ്റ് ലൊക്കേഷൻ എവിടെയാണ്? ബൈറ്റ് അഡ്രസ്സ് ഏതായിരിക്കും? 20H ആണെങ്കിൽ മൊത്തം ദാറ്റ് ഇസ് 0001 അപ് ടു 07 ആയിരിക്കും ഗിവൺ ടു ദാറ്റ് ഓപ്പറേഷൻ. അതേ സമയത്ത് ഞാൻ ഒരു ബിറ്റ് ഓപ്പറേഷൻ ചെയ്തു, സെറ്റ് ബി 06 എന്ന് പറയുമ്പോൾ സെറ്റ് ബി എന്ന് പറയുമ്പോൾ ടു മേക്ക് ദാറ്റ് ബിറ്റ് 1. ഏത് ബിറ്റ് ഓപ്പറേഷൻ ആയതുകൊണ്ട് 06 എന്ന് പറയുന്ന ബിറ്റ് 1 ആക്കി എടുക്കും. മീൻസ് അതിൻ്റെ അകത്തുള്ള വാല്യൂ 1 ആക്കും. ഇൻ ബൈറ്റ് ഓപ്പറേഷൻ ഇഫ് 27H is given, 27H will be considered as byte location. ബൈറ്റ് ലൊക്കേഷൻ എവിടെയാണ്? ഇവിടെയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 8 ബിറ്റിനെ എഫക്റ്റ് ചെയ്യും. മീൻസ് ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്. അപ്പോൾ 8 ബിറ്റിനെ മൊത്തമായിട്ട് എഫക്റ്റ് ചെയ്യും. എന്തുകൊണ്ട് എഫക്റ്റ് ചെയ്തു? അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഏത് ഓപ്പറേഷൻ ആയിരുന്നു? ബൈറ്റ് ഓപ്പറേഷൻ ആയിരുന്നു. അതേ സമയത്ത് ഒരു ബിറ്റ് ഓപ്പറേഷൻ ആയിരുന്നെങ്കിൽ if I have given 27H, then 27H will be considered as bit location. അപ്പോൾ ബിറ്റ് ലൊക്കേഷൻ ഇതിൽ ഏതാണ്? 27H ഈ കാണിക്കുന്നതാണ് ബിറ്റ് ലൊക്കേഷൻ. അതായത് ആ ബിറ്റ് മാത്രമേ ചേഞ്ച് വരുള്ളൂ. അതായത് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയാസിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 128 ബിറ്റ് അഡ്രസ്സ് ഉണ്ട്, വേരിയിങ് ഫ്രം 00H മുതൽ 7FH വരെ. അതുമാത്രമല്ല അതിന് ബൈറ്റ് അഡ്രസ്സും ഉണ്ട്. അപ്പോൾ 8 ബിറ്റിന് ഒരു ബൈറ്റ് അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ എത്ര വരാം? 16 ലൊക്കേഷൻസ് വരാം. 20H to 2FH. അപ്പോൾ ഒരു ബൈറ്റ് അഡ്രസ്സിൽ 8 ബിറ്റ് അഡ്രസ്സും കാണാം. ഇനി ഏതെങ്കിലും തിരിച്ചറിയും? സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻസ് ആർ യൂസ് ടു റീഡ് ആൻഡ് റൈറ്റ് എ ബിറ്റ് ലൊക്കേഷൻ. അതായത് ഒരു ബൈറ്റ് ഓപ്പറേഷൻ്റെ കൂടെ ഒരു അഡ്രസ്സ് തന്നിട്ടുണ്ടെങ്കിൽ that address will be considered as byte location. Similarly, ഒരു ബിറ്റ് ഓപ്പറേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അഡ്രസ്സും ഉണ്ടെങ്കിൽ that address will be considered as bit location. അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് മെമ്മറി ഏരിയ. ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ എനി ജനറൽ പർപ്പസ് ഡേറ്റ, അല്ലെങ്കിൽ സ്ക്രാച്ച് പാഡ് എന്ന് പറയാം. അത് നോർമലി യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ, യൂസറിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 30H തൊട്ട് 7F വരെയാണ്. മീൻസ് 80 രജിസ്റ്റേഴ്സ് ഉണ്ട്. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് അക്കോർഡിംഗ് ടു യുവർ നീഡ്. ഇതിനെന്ത് പറയാം? സ്ക്രാച്ച് പാഡ് എന്ന് പറയാം.